ഹായ് ഓൾ, വെൽക്കം ടു സ്റ്റഡി വിൻ പി എസ് സി ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്ന കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ പഠിക്കുന്നത്. മെയിനായിട്ടുള്ള പി എസ് സി എക്സാംസ് എല്ലാം മെയ് മുതൽ സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. ഓക്കെ. പത്രസ്വാതന്ത്ര്യ ദിനമായി ആചരിക്കുന്നത് മെയ് 3 എന്നാൽ ജാനുവരി 29 ഇന്ത്യൻ ന്യൂസ് പേപ്പർ ദിനമായി ആചരിക്കുന്നത്. അപ്പോൾ പത്രസ്വാതന്ത്ര്യ ദിനം മെയ് 3, ജാനുവരി 29 ഇന്ത്യൻ ന്യൂസ് പേപ്പർ ദിനം. ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് കേരളം. എന്നാൽ ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നറിയപ്പെടുന്ന രാജ്യമാണ് ന്യൂസിലാൻഡ്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന കൃതി രചിച്ചത് VD ഭട്ടതിരിപ്പാടാണ്. എന്നാൽ അടുക്കളയിൽ നിന്ന് പാർലമെന്റിലേക്ക് എന്ന കൃതി രചിച്ചത് ഭാരതി ഉദയഭാനുവാണ്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന കൃതി രചിച്ചത് VD ഭട്ടതിരിപ്പാട്. അടുക്കളയിൽ നിന്ന് പാർലമെന്റിലേക്ക് എന്ന കൃതി രചിച്ചത് ഭാരതി ഉദയഭാനു. പ്രിയദർശിനി എന്നറിയപ്പെടുന്നത് ഇന്ദിരാഗാന്ധിയാണ്. പ്രിയദർശി രാജ എന്നറിയപ്പെടുന്ന രാജാവ് അശോകനാണ്. പ്രിയദർശിനി ഇന്ദിരാഗാന്ധി, പ്രിയദർശി രാജ എന്നറിയപ്പെടുന്ന രാജാവ് അശോകൻ. മലയാള പത്രപ്രവർത്തനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ചെങ്കിളത്ത് കുഞ്ഞിരാമ മേനോനാണ്. എന്നാൽ മലയാള പത്രപ്രവർത്തനത്തിൻ്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാറാണ്. മലയാള പത്രപ്രവർത്തനത്തിൻ്റെ പിതാവ് ചെങ്കുളത്ത് കുഞ്ഞിരാമ മേനോൻ, മലയാള പത്രപ്രവർത്തനത്തിൻ്റെ വന്ധ്യവയോധികൻ വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാർ. കശുവണ്ടിയുടെ നാട് എന്നറിയപ്പെടുന്നത് കണ്ണൂരാണ്. എന്നാൽ കശുവണ്ടി ഫാക്ടറിയുടെ നാട് എന്നറിയപ്പെടുന്നത് കൊല്ലമാണ്. കശുവണ്ടി ഗവേഷണ കേന്ദ്രം മലപ്പുറത്തെ ആനക്കയത്തും കശുവണ്ടി വികസന കോർപ്പറേഷൻ കൊല്ലത്തും കശുവണ്ടി റിസർച്ച് സ്റ്റേഷൻ തൃശ്ശൂർ ജില്ലയിലെ മടക്കത്തറയിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ കശുവണ്ടിയുടെ നാട് കണ്ണൂര്, കശുവണ്ടി ഫാക്ടറിയുടെ നാട് കൊല്ലം, കശുവണ്ടി ഗവേഷണ കേന്ദ്രം ആനക്കയം, കശുവണ്ടി വികസന കോർപ്പറേഷൻ കൊല്ലം, കശുവണ്ടി റിസർച്ച് സ്റ്റേഷൻ മടക്കത്തറ. ഓക്കെ. ഒരേ ആറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറും ഉള്ള ആറ്റമാണ് ഐസോടോപ്പ്. എന്നാൽ ഒരേ മാസ് നമ്പറും വ്യത്യസ്ത ആറ്റോമിക നമ്പറുമുള്ള ആറ്റത്തെ ഐസോബാർ എന്നാണ് അറിയപ്പെടുന്നത്. ഒരേ ആറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ആറ്റം ഐസോടോപ്പ്, ഒരേ മാസ് നമ്പറും വ്യത്യസ്ത ആറ്റോമിക നമ്പറുമുള്ള ആറ്റം ഐസോബാർ. ദക്ഷിണ ഇന്ത്യയിൽ കൂടുതലായി കാണപ്പെടുന്ന മനുഷ്യവർഗം മെഡിറ്ററേനിയൻ ആണ്. എന്നാൽ ഉത്തരേന്ത്യയിൽ കൂടുതൽ കാണപ്പെടുന്ന മനുഷ്യവർഗം നോർഡിക് ആണ്. രാജ്യസഭാ അംഗമായ ആദ്യ മലയാളി വനിത ലക്ഷ്മി N മേനോനാണ്. എന്നാൽ പാർലമെന്റ് അംഗമായ ആദ്യ മലയാളി വനിത ആനി മസ്ക്രീനാണ്. രാജ്യസഭാ അംഗമായ ആദ്യ മലയാളി വനിത ലക്ഷ്മി N മേനോൻ, പാർലമെന്റ് അംഗമായ ആദ്യ മലയാളി വനിത ആനി മസ്ക്രീൻ. നെഹ്റു ട്രോഫി ബന്ധപ്പെട്ടിരിക്കുന്നത് വള്ളംകളിയുമായാണ്. നെഹ്റു കപ്പ് ഫുട്ബോളുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. നെഹ്റു ട്രോഫി വള്ളംകളി, നെഹ്റു കപ്പ് ഫുട്ബോൾ. കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യ പ്രസിഡന്റ് സർദാർ KM പണിക്കരും ആദ്യ സെക്രട്ടറി പാല നാരായണൻ നായരുമാണ്. കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യ പ്രസിഡന്റ് സർദാർ KM പണിക്കർ, ആദ്യ സെക്രട്ടറി പാല നാരായണൻ നായർ. ഫ്യൂറർ എന്നറിയപ്പെടുന്നത് ഹിറ്റ്ലറെയാണ്. എന്നാൽ ഡ്യൂസ് എന്നറിയപ്പെടുന്നത് മുസോളിനിയുമാണ്. സാരാനാഥ് സ്തൂപം സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശിലും സാഞ്ചി സ്തൂപം സ്ഥിതി ചെയ്യുന്നത് മധ്യപ്രദേശിലുമാണ്. സാരാനാഥ് സ്തൂപം സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശ്, സാഞ്ചി സ്തൂപം സ്ഥിതി ചെയ്യുന്നത് മധ്യപ്രദേശ്. മലയാളത്തിലെ ആദ്യത്തെ വിദ്യാലയ മാസിക വിദ്യാസംഗ്രഹമാണ്. എന്നാൽ മലയാളത്തിലെ ആദ്യ വിദ്യാഭ്യാസ മാസിക ഉപാധ്യായനുമാണ്. ആധുനിക ബുദ്ധൻ എന്നറിയപ്പെടുന്നത് BR അംബേദ്കറും പ്രച്ഛന്ന ബുദ്ധൻ എന്നറിയപ്പെടുന്നത് ശ്രീ ശങ്കരാചാര്യരുമാണ്. ആധുനിക ബുദ്ധൻ BR അംബേദ്കർ,
പ്രച്ഛന്നബുദ്ധൻ, ശ്രീ ശങ്കരാചാര്യർ. പുന്നപ്ര വയലാർ സമരത്തിൻ്റെ മറ്റൊരു പേര് തുലാം 10 സമരം എന്നാണ്. അതുപോലെ പൂക്കോട്ടൂർ ലഹള മലബാർ ലഹളയുടെ മറ്റൊരു പേരാണ്. പുന്നപ്ര വയലാർ സമരം, തുലാം 10 സമരം, പൂക്കോട്ടൂർ ലഹള, മലബാർ ലഹള. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഇന്ത്യയാണ്. എന്നാൽ ലോകത്തിലെ ആദ്യത്തെ ജനാധിപത്യ രാജ്യം ഗ്രീസാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഇന്ത്യ, ലോകത്തിലെ ആദ്യത്തെ ജനാധിപത്യ രാജ്യം ഗ്രീസ്. ആന്ധ്രാപ്രദേശിൻ്റെ ഔദ്യോഗിക ചിഹ്നം അമരാവതി സ്തൂപത്തിലുള്ള പൂർണ്ണ കുംഭമാണ്. എന്നാൽ വാറങ്കൽ കോട്ടയുടെ കവാടവും ചാർമിനാർ കോട്ടയുമാണ് തെലങ്കാനയുടെ ഔദ്യോഗിക ചിഹ്നം. റിസർവ് ബാങ്കിൻ്റെ ആദ്യ ഗവർണർ ഓസ്ബോൺ സ്മിത്താണ്. എന്നാൽ റിസർവ് ബാങ്കിൻ്റെ ഇന്ത്യക്കാരനായ ആദ്യ ഗവർണർ CD ദേശ്മുഖും ആണ്. റിസർവ് ബാങ്കിൻ്റെ ആദ്യ ഗവർണർ ഓസ്ബോൺ സ്മിത്ത്, റിസർവ് ബാങ്കിൻ്റെ ഇന്ത്യക്കാരനായ ആദ്യ ഗവർണർ CD ദേശ്മുഖ്. ബയോഗ്യാസിൽ കൂടുതൽ അടങ്ങിയിരിക്കുന്ന വാതകം മീഥെയ്ൻ ആണ്. എന്നാൽ LPGയിൽ കൂടുതൽ അടങ്ങിയിരിക്കുന്ന വാതകം ബ്യൂട്ടൈൻ ആണ്. ബയോഗ്യാസിൽ കൂടുതൽ അടങ്ങിയിരിക്കുന്ന വാതകം മീഥെയ്ന്, LPGയിൽ കൂടുതൽ അടങ്ങിയിരിക്കുന്ന വാതകം ബ്യൂട്ടൈന്. ഇൽത്തുമിഷ് നടപ്പിലാക്കിയ വെള്ളി നാണയം തങ്കയാണ്. ജിറ്റാൾ ഇൽത്തുമിഷ് നടപ്പാക്കിയ ചെമ്പ് നാണയമാണ്. അസുരന്മാരുടെ ശില്പി എന്നറിയപ്പെടുന്നത് മയൻ ആണ്. എന്നാൽ വിശ്വകർമാവാണ് ദേവന്മാരുടെ ശില്പി എന്നറിയപ്പെടുന്നത്. ഇന്ത്യൻ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഫെഡറിക് നിക്കോൾസൺ ആണ്. എന്നാൽ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് റോബർട്ട് ഓവൻ ആണ്. കൂടാതെ ഇന്ത്യയിലെ സഹകരണ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത് ലോർഡ് വെൻലോക്കുമാണ്. ഇന്ത്യൻ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ പിതാവ് ഫെഡറിക് നിക്കോൾസൺ, സഹകരണ പ്രസ്ഥാനത്തിൻ്റെ പിതാവ് റോബർട്ട് ഓവൻ, ഇന്ത്യയിലെ സഹകരണ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത് ലോർഡ് വെൻലോക്ക്. നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡിൻ്റെ ആസ്ഥാനം ഗുജറാത്തിലെ ആനന്ദാണ്. എന്നാൽ നാഷണൽ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് ഹരിയാനയിലെ കർണാലിലാണ്. നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡിൻ്റെ ആസ്ഥാനം ഗുജറാത്തിലെ ആനന്ദാണ്. എന്നാൽ നാഷണൽ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് ഹരിയാനയിലെ കർണാലിലാണ്. രാജാ രവിവർമ്മ കോളേജ് ഓഫ് ഫൈനാൻസ് സ്ഥിതി ചെയ്യുന്നത് മാവേലിക്കരയിലാണ്. എന്നാൽ രാജാ രവിവർമ്മയുടെ ജന്മസ്ഥലം കിളിമാനൂരാണ്. ചേരന്മാരുടെ തലസ്ഥാനം വാഞ്ചിയാണ്. എന്നാൽ മധുര പാണ്ഡ്യന്മാരുടെ തലസ്ഥാനമാണ്. ഉറവൂർ തഞ്ചാവൂർ ചോളന്മാരുടെ തലസ്ഥാനവുമാണ്. ചേരന്മാരുടെ തലസ്ഥാനം വാഞ്ചി, മധുര പാണ്ഡ്യന്മാരുടെ തലസ്ഥാനം ഉറവൂർ തഞ്ചാവൂർ, ചോളന്മാരുടെ തലസ്ഥാനം. ഗാന്ധിജി അവതരിപ്പിച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ പദ്ധതി വാർത്താ പദ്ധതിയാണ്. എന്നാൽ ഗാന്ധിജി അവതരിപ്പിച്ച അടിസ്ഥാന വിദ്യാഭ്യാസ പദ്ധതിയാണ് നയി താലിം. ഗാന്ധിജി അവതരിപ്പിച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ പദ്ധതി വാർത്താ പദ്ധതി, ഗാന്ധിജി അവതരിപ്പിച്ച അടിസ്ഥാന വിദ്യാഭ്യാസ പദ്ധതി നയി താലിം. വീൽസ് ഡിസീസ് എലിപ്പനിയാണ്. അതുപോലെ എൻട്രിക് ഫീവർ ടൈഫോയിഡ് എന്നും ഗ്രേവ്സ് ഡിസീസ് ഗോയിറ്റർ എന്നുമാണ് അറിയപ്പെടുന്നത്. വീൽസ് ഡിസീസ് എലിപ്പനി, എൻട്രിക് ഫീവർ ടൈഫോയിഡ്, ഗ്രേവ്സ് ഡിസീസ് ഗോയിറ്റർ. വൈറ്റ് കോൾ എന്നറിയപ്പെടുന്നത് ജലവൈദ്യുതിയെയാണ്. എന്നാൽ വൈറ്റ് ടാർ എന്നറിയപ്പെടുന്നത് നാഫ്തലിനും വൈറ്റ് ലെഡ് എന്നത് ലെഡ് കാർബണേറ്റുമായാണ് അറിയപ്പെടുന്നത്. വൈറ്റ് കോൾ ജലവൈദ്യുതി, വൈറ്റ് ടാർ നാഫ്തലിൻ. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് വിക്രം സാരാഭായി ആണ്. എന്നാൽ ഇന്ത്യൻ വ്യോമഗതാഗതത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് JRD ടാറ്റയാണ്. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ പദ്ധതിയുടെ പിതാവ് വിക്രം സാരാഭായി ആണ്. ഇന്ത്യൻ വ്യോമഗതാഗതത്തിൻ്റെ പിതാവ് JRD ടാറ്റ.
ഏറ്റവും കാഠിന്യമുള്ള ലോഹം ക്രോമിയമാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ വലിച്ചു നീട്ടാവുന്ന ലോഹം സ്വർണമാണ്. രോഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ക്ഷയമാണ്. എന്നാൽ രാജകീയ രോഗം എന്നറിയപ്പെടുന്ന രോഗം ഹീമോഫീലിയയാണ്. രോഗങ്ങളുടെ രാജാവ് ക്ഷയം, രാജകീയ രോഗം ഹീമോഫീലിയ. ജ്ഞാനപീഠം നേടിയ ആദ്യ മലയാളി ജി ശങ്കരക്കുറുപ്പാണ്. എന്നാൽ ഈ അവാർഡ് ലഭിച്ച ആദ്യ മലയാള നോവലിസ്റ്റ് എസ്.കെ. പൊറ്റക്കാടാണ്. മിശ്രഭോജനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് സഹോദരൻ അയ്യപ്പനാണ്. ഇതുപോലെ സമപന്തിഭോജനം വൈകുണ്ഠസ്വാമികൾ, പന്തിഭോജനം തൈക്കാടയ്യ, പ്രീതിഭോജനം വാഗ്ഭടാനന്ദൻ എന്നിവരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മിശ്രഭോജനം സഹോദരൻ അയ്യപ്പൻ, സമപന്തിഭോജനം വൈകുണ്ഠസ്വാമികൾ, പന്തിഭോജനം തൈക്കാടയ്യ, പ്രീതിഭോജനം വാഗ്ഭടാനന്ദൻ. കുചേലവൃത്തം വഞ്ചിപ്പാട്ട് രചിച്ചത് രാമപുരത്തു വാര്യരും ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് രചിച്ചത് ശ്രീനാരായണ ഗുരുവുമാണ്. ഇന്ത്യൻ അണുബോംബിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് രാജാരാമണ്ണയാണ്. എന്നാൽ ഹോമി ജഹാംഗീർ ഭാഭയാണ് ഇന്ത്യൻ ആണവ ഗവേഷണത്തിന്റെ പിതാവായി അറിയപ്പെടുന്നത്. ഇന്ത്യൻ അണുബോംബിന്റെ പിതാവ് രാജാരാമണ്ണ, ഇന്ത്യൻ ആണവ ഗവേഷണത്തിന്റെ പിതാവ് ഹോമി ജഹാംഗീർ ഭാഭ. ഏറ്റവും സാന്ദ്രത കുറഞ്ഞ ലോഹം ലിഥിയവും സാന്ദ്രത കൂടിയ ലോഹം ഓസ്മിയവുമാണ്. ഏറ്റവും സാന്ദ്രത കുറഞ്ഞ ലോഹം ലിഥിയം, ഏറ്റവും സാന്ദ്രത കൂടിയ ലോഹം ഓസ്മിയം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. രക്തസമ്മർദ്ദം കൂടിയ അവസ്ഥയെയാണ് ഹൈപ്പർ ടെൻഷൻ. എന്നാൽ ഹൈപ്പോ ടെൻഷൻ രക്തസമ്മർദ്ദം കുറഞ്ഞ അവസ്ഥയുമാണ്. ഓക്കെ, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക്